കൊടുങ്ങല്ലൂർ നഗരസഭയും മേത്തല കൃഷിഭവനും സംയുക്തമായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയും മേത്തല കൃഷിഭവനും സംയുക്തമായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഒരുക്കുന്ന ഒരു ഞാറ്റുവേല ചന്തയാണ് ഒരുക്കിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ളത് ഇപ്പോൾ കഴിഞ്ഞ് 10 മണിക്ക് കഴിഞ്ഞു. ഇപ്പോൾ മേത്തല കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ ഞാറ്റുവേലയുടെ പ്രാധാന്യം എന്താണെന്ന്. കഴിഞ്ഞ ജൂൺ 22 തുടങ്ങി ജൂലൈ 6 വരെയാണ് ഞാറ്റുവേല എന്നത് നടക്കപ്പെടുന്നത്. ഈ സമയത്ത് നമുക്കറിയാം ഒരു കമ്പ് കുത്തിയാലും അത് പിടിക്കും എന്നതാണ് ഒരു പ്രത്യേകതയായിട്ട് പഴയ മലയാളികൾ തുടങ്ങി നമ്മൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സമയത്ത് വിത്തൊരുക്കുകയും കൃഷി ഇറക്കുകയും ചെയ്യുന്ന ഒരു കർഷകരുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. ആ ഒരു നാട്ടിൻ്റെ ആ സൗന്ദര്യവും ആ കർഷകരുടെ ഒരു കൂട്ടായ്മയും ആ കർഷകർ നമ്മൾക്ക് കിട്ടുന്ന ആ സമ്പത്തും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം നമ്മുടെ മണ്ണും അതുപോലെ കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ചാറിക്കൊണ്ടിരിക്കുന്ന മഴയും ഒക്കെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. അതാണ് ഈ സമയത്ത് എല്ലാ കൃഷിയും കൃഷി ഇറക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുരുമുളക് കൃഷിയാണെങ്കിൽ അതിൻ്റെ ഈ കുരുമുളകിൻ്റെ തണ്ട് ഒടിച്ചു കുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ആദ്യ ഞാറ്റുവേലയുടെ അന്ന് കുത്തുന്നത് ആ അടുത്ത വർഷം കായ്ക്കുമെന്നതാണ് പണ്ട് മലയാളികൾ പറയുന്ന ഒരു ശാസ്ത്രം. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹാഷിഖ്, മേത്തല കൃഷി ഓഫീസർ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു.